ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ മരിയോ വർഗാസ് യോസ കഴിഞ്ഞ ഏപ്രിൽ 13 ഈ ലോകത്തോട് വിട പറഞ്ഞു. 2010 ലിറ്ററേച്ചറുടെ നൊബേൽ സമ്മാനം വാങ്ങിയിട്ടുണ്ട്. ഗബ്രിയേൽ മാർക്കേസിനെ പോലെ നമ്മൾ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത പേരാണ് യോസ. അദ്ദേഹം കൂടുതലും രാഷ്ട്രീയ നോവലുകളാണ് എഴുതിയിട്ടുള്ളത്. കോൺവെർസേഷൻ ദ കത്തീഡ്രൽ, ദ ഫീസ്റ്റ് ഓഫ് ദ ഗോട്ടൊക്കെ പ്രധാനപ്പെട്ട നോവലുകളാണ്. 60 വർഷത്തോളം താൻ ജീവിച്ചിരുന്ന രാഷ്ട്രീയ പരിസരങ്ങളോട് ഈ മനുഷ്യൻ എഴുത്തിലൂടെ നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്നു. 2 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് നോവൽ അനൗൺസ് ചെയ്തു. പേര് ഐ ഗിവ് യു മൈ സൈലൻസ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ മൗനം തരുന്നു. ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിലിൽ കടുത്ത നിരാശയുണ്ട്, ഫ്രസ്ട്രേഷനുണ്ട്. കാരണം താൻ എന്തിനു വേണ്ടിയാണോ പോരാടിയത് അത് പൂർത്തീകരിച്ച് കാണാൻ ഈ മനുഷ്യന് പറ്റിയില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത്, ഞാനിനി മിണ്ടുന്നില്ല, ഞാനിനി സംസാരിക്കുന്നില്ല, ഐ ക്വിറ്റ്, ഐ ഗിവ് യു മൈ സൈലൻസ്. ഇന്ന് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർക്ക് മൗനത്തിൻ്റെ ദിനമാണ്. പക്ഷെ ക്രൈസ്തവരുടെ മൗനം നിശബ്ദമല്ല, വാചാലമാണ്. കാരണം ദൈവരാജ്യത്തിന് വേണ്ടി പോരാടിയവൻ കുരിശിൽ കയറിയപ്പോൾ അവസാനമായി പറഞ്ഞ വാക്ക് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം പൂർത്തിയായി. ഏത് നിയോഗത്തിന് വേണ്ടിയാണോ താൻ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത് ആ നിയോഗം പൂർത്തീകരിച്ചിട്ടാണ് ക്രിസ്തു മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മൗനം വാചാലമാണ്. മൗനം കൂടുതൽ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും.